إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഈ ദീൻ എന്ന് പറയുന്നത് സകലർക്കും അനുയോജ്യമായതാണ്. അതിലെ ഓരോ നിയമങ്ങളും യുക്തിക്ക് യോജിച്ച രൂപത്തിലുമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും കണ്ടു കാണും ഈ അടുത്തായി വന്ന വാർത്ത. ഒരാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ അത് മോശമായ രൂപത്തിൽ പ്രചരിപ്പിച്ച വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിൽ സ്ത്രീകൾ എങ്ങനെയായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത്, അവരേത് രൂപത്തിലായിരിക്കണം പെരുമാറേണ്ടത്, അതുപോലെ തന്നെ പുരുഷന്മാർ ഏത് രൂപത്തിലാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് കൃത്യവും വ്യക്തവുമായി നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ട് എന്ന് പരിഹസിക്കുമ്പോഴും അള്ളാഹുവിന്റെ ദീൻ അതാണ് സത്യമെന്ന് നാൾക്ക് നാൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പരിഹാസങ്ങൾക്കിടയിലും പഴഞ്ചനെന്ന കുത്തുവാക്കുകളിലും അള്ളാഹുവിന്റെ ദീനിലെ നിയമങ്ങളാണ് ശരിയെന്ന് ഏതൊരാളും പറഞ്ഞു പോകുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയായിരിക്കണം ഇസ്ലാമിലെ സ്ത്രീ, അവളുടെ വസ്ത്രധാരണം ഏത് രൂപത്തിലായിരിക്കണം എന്ന് കൃത്യവും വ്യക്തവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. വിൽപ്പന ചരക്ക് പോലെ ആളുകൾക്ക് മുന്നിൽ അഴിഞ്ഞാടി നടക്കേണ്ടവളല്ല ഇസ്ലാമിലെ സ്ത്രീ. അല്ലാഹു ഇതാ സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമാക്കിയിരിക്കുന്നു. അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അവരെ തന്നെയും കാത്തു സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയതാണ് ഈ ഹിജാബ്. സഹോദരങ്ങളെ, എന്താണ് ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഖുർആനിൽ നമുക്ക് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹൻ നബി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലി അസ്വാജിക്, റസൂലെ അങ്ങയുടെ ഭാര്യമാരോടും, വബനാതിക് അങ്ങയുടെ മക്കളോടും സ്ത്രീകളോടും, വനിസാഇൽ മുഅ്മിനീൻ സത്യവിശ്വാസികളായ സ്ത്രീകളോടും അങ്ങ് പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവർ അവരുടെ മൂടുപടം അല്ലെങ്കിൽ മുഖം അത് മറക്കണം.
അവർ അവരെ തന്നെയും മറക്കണം. അതെന്തിനു വേണ്ടിയാണ്? അവർ അറിയപ്പെടാൻ. എന്താണ് പ്രിയപ്പെട്ടവരെ ഇവിടെ അറിയപ്പെടാൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? അഥവാ മോശമായ സ്ത്രീകളല്ല എന്നവർ അറിയപ്പെടണം. അവർ ഏറ്റവും നല്ല രൂപത്തിൽ നടക്കുന്ന സ്ത്രീകളാണ്, എല്ലാം മറച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളാണ് എന്നവർ അറിയപ്പെടണം എന്നതിനു വേണ്ടി റസൂലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നു. ഫലാ യുഅദൈൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. ഫലാ യുഅദൈൻ, അവർ എന്ത് ചെയ്യാൻ പാടില്ല? അവർ ആക്രമിക്കപ്പെടാൻ പാടില്ല. അവർ പ്രയാസപ്പെടാൻ ഇരിക്കാതിരിക്കാൻ വേണ്ടി അവർ അവരുടെ മുഖം മറച്ചുകൊള്ളട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. നമ്മുടെ ഉമ്മമാരായ ഉമ്മു സലമ, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹുമ, അവർ നമുക്ക് അറിയിച്ചു തരുന്നു. ലമ്മാ നസലത് ഹാദിഹിൽ ആയ, ഇതാ ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഖറജ നിസാഉൽ അൻസാർ, അൻസാരികളായ സ്ത്രീകൾ അവർ ഇതാ പുറപ്പെട്ടു. കഅന്ന അലാ റുഹൂസിഹിന്നൽ ഗിർബാൻ, അവരിതാ പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് ഇറങ്ങിയത്? എല്ലാം മറച്ച നിലയിൽ, മുഖവും കയ്യുമെല്ലാം അവരുടെ കാലുവരെ മറച്ച നിലയിൽ അൻസാരികളായ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിയെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് അറിയിച്ചു തരുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു തട്ടം മാത്രം ചുറ്റിയത് കൊണ്ടായോ? അതല്ല എങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ കാണിച്ചത് കൊണ്ടായോ? ഇല്ല. നോക്കൂ പ്രിയപ്പെട്ടവരെ, കുല്ലു സാതിരിൻ മിന്ന അല റഅസ്, തലയുടെ മുകൾ ഭാഗം മുതൽ ഇലാ അസ്ഫലിൽ ഖദം, കാലിന്റെ ഏറ്റവും അറ്റം വരെ അത് മറഞ്ഞിരിക്കണം. മിൻ മലാഅത്തിൻ ഔ അബായ, പർദ പോലുള്ള അതുപോലുള്ള വസ്ത്രങ്ങൾ കൊണ്ട് എല്ലാം മറഞ്ഞിരിക്കണം എന്നതാണ് പരിപൂർണമായ ഹിജാബ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് അറിയിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് ഇബ്നു അബ്ബാസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഓരോ ആയത്തിന്റെയും തഫ്സീർ, അതിന്റെ വിശദീകരണം കേട്ട് പഠിച്ച സഹാബി. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച സഹാബി. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ ഇബ്നു അബ്ബാസിന് ദീനിൽ അവഗാഹം നൽകണമേ. വഅല്ലിംഹു തഅവീൽ, ഖുർആനിന്റെ വിശദീകരണം അല്ലാഹുവേ നീ പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് ഇബ്നു അബ്ബാസിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ ആലോചിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആയത്തിനെ മനസ്സിലാക്കുക. അവിടുന്ന് പറയുകയാണ് ഹുവ തഗ്തിയത്തുൽ വജ്ഹ്, അത് മുഖം മറക്കുക എന്നതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. മിൻ ഫൗഖി റഅസിഹാ, അവരുടെ തലയുടെ മുകൾ ഭാഗം മുതൽ വലാ യബ്ദു ഇല്ലാ ഐനുൻ വാഹിദ, അവരുടെ ഒരു കണ്ണല്ലാതെ പുറത്തേക്ക് കാണാൻ പാടില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. സഹോദരങ്ങളെ, നമുക്ക് പഴഞ്ചനായി തോന്നിയേക്കാം, നമുക്ക് പഴയതായി തോന്നിയേക്കാം, പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഫ്സീർ പഠിപ്പിച്ചു കൊടുത്ത, ആയത്തുകളുടെ വിശദീകരണം പഠിപ്പിച്ചു കൊടുത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറയുന്നത്. തീർന്നില്ല, മഹാനായ പണ്ഡിതൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അമറ സുബ്ഹാനഹു നിസാ ബിഇർഖാഇൽ ജലാബീബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കണം, അല്ലാഹു കൽപ്പിക്കുന്നു. ആരാണ് പ്രിയപ്പെട്ടവരെ കൽപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഇർഖാഇൽ ജലാബീബ്, അവർ തന്നെ മുഴുവനായും മറക്കപ്പെടണം എന്ന രൂപത്തിൽ അല്ലാഹു കൽപ്പിക്കുന്നു. ലിഅല്ലാ യുഅറഫ്ന വലാ യുഅ്സൈൻ, അവർ ആക്രമിക്കപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ അവരെ അറിയപ്പെടണം. ഏത് രൂപത്തിൽ? അവർ നല്ല സ്ത്രീകളാണെന്ന് അറിയപ്പെടണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവരെ തന്നെ മറക്കണമെന്ന് മഹാനായ പണ്ഡിതൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് നമുക്ക് അറിയിച്ചു തരുന്നു. സഹോദരങ്ങളെ, നമുക്കറിയാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഹജ്ജിനും ഉംറക്കോ പോകുന്ന സ്ത്രീകൾ അവർ അവരുടെ മുഖം മറക്കുക എന്നതും അതുപോലെ തന്നെ കൈ മറക്കുക എന്നതും അവർക്ക് പാടില്ലാത്ത കാര്യമാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും വേളയിൽ അവർ അവരുടെ മുഖം മറക്കാൻ പാടില്ല, അവരവരുടെ ഇരു കരങ്ങളും മറക്കാൻ പാടില്ല എന്നുള്ളത് ഹജ്ജ് ചെയ്യുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഉംറ ചെയ്യുന്ന സ്ത്രീകൾക്കും ഹറാമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതറിയിക്കുന്ന കാര്യം എന്താണ്? പ്രത്യേകം എടുത്തു പറയണമെങ്കിൽ അത്
അത് ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ നിർബന്ധമായതുകൊണ്ടല്ലേ. നമ്മൾ ആലോചിച്ചു നോക്കുക, പുരുഷന്മാർക്ക് ഹറാമായ പലതുമുണ്ട്. മുഹരിമായ വേളയിൽ എന്തൊക്കെയാണത്? അവർ തൊപ്പി ധരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ തുന്യ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇതൊക്കെ ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ അവർ ചെയ്യേണ്ട കാര്യമാണ്, അവരുടെ ഔറത്ത് മറക്കുക എന്നുള്ളത്. അതുപോലുള്ള കാര്യം പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കൽപ്പിക്കണമെങ്കിൽ ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ അത് നിർബന്ധമായും അത് മറക്കപ്പെടണം എന്നതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അത് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, കാന റുകുബാൻ യമുറൂന ബിനാ വനഹ്നു മുഹ്രിമാത്. നമ്മൾ ഇതാ ഹജ്ജിനും ഉംറക്കും പോകുന്ന വേളയിൽ നമ്മളിലൂടെ ചില യാത്രാ സംഘങ്ങൾ അവർ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. വനഹ്നു മുഹ്രിമാത്, നമ്മൾ ഇഹ്റാമിലായിരിക്കുന്ന വേളയിൽ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. ഫൈദാ ഹാലൂ ബിനാ സദലത് ഇഹ്ദാനാ ജിൽബാബഹാ, നമ്മുടെ കൂട്ടത്തിലെ സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ നിഖാബ് കൊണ്ട് അവരുടെ മുഖം മറക്കും, അവർ അവരെ തന്നെ മറക്കും. മിൻ റഅസിഹാ അലാ വജ്ഹിഹാ, അവരുടെ തലയിൽ ഉണ്ടായിരുന്ന ആ തട്ടം കൊണ്ട് അവരുടെ മുഖം അവർ മറക്കും. ഫഇദാ ജാവസ്നാ കശഫ്നാ, അവർ നമ്മിൽ നിന്നും കടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും മുഖം തുറന്നിടുമെന്ന് സഹാബി വനിതയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് അറിയിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഉമ്മമാർ ഉണ്ടായിരുന്നത്. തീർന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, യർഹമുല്ലാഹു നിസാഅൽ മുഹാജിറാത്ത്, മുഹാജിറകളായ സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിയട്ടെ. ലമ്മ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇതാ ഒരു ആയത്ത് ഇറക്കുകയാണ്, വലിയദ്രിബ്ന ബിഖുംരിഹിന്ന അലാ ജുയൂബിഹിൻ, അവരവരുടെ മുഖം തന്നെ മറക്കണം എന്ന ആയത്ത് അവരിൽ ഇറങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ശഖഖ്ന മുറൂതഹുന്ന ഫഖ്തമർന ബിഹാ, അവരുടെ അടുക്കൽ ഉണ്ടായിരുന്ന ആകെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമാണ്. നമുക്കറിയാം എങ്ങനെയായിരുന്നു സഹാബത്തിന്റെ ജീവിതം എന്നുള്ളത്, അവരേത് രൂപത്തിലാണ് ജീവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ട് കൂടി അള്ളാഹുവിന്റെ ആയത്ത് ഇറങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ അത് കീറിക്കൊണ്ട് അവരവരുടെ മുഖം മറച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ ഇതാ ധാരാളം സമ്പാദ്യമുണ്ട്, നമ്മുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, എങ്കിൽ കൂടി നമ്മൾ വാങ്ങുന്ന വസ്ത്രം, നമ്മുടെ സ്ത്രീകൾ വാങ്ങുന്ന വസ്ത്രം ഏത് രൂപത്തിലുള്ളതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, പണം അത് അത്യാവശ്യത്തിനുമുണ്ട്, അത് അത്രയുമുണ്ട്, എന്നിട്ട് കൂടി നമ്മുടെ സ്ത്രീകൾ ഏത് രൂപത്തിലാണ് നടക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം, മൻ ജറ സൗബഹു ഖുയലാ ലം യൻദുരില്ലാഹു ഇലൈഹി, ആരാണോ അഹങ്കാരത്തോടു കൂടി തന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പുരുഷന്മാർ അവരുടെ കണങ്കാല് വിട്ട് താഴേക്ക് വസ്ത്രം പോവുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അത് ഹറാമായ കാര്യമാണ്. ചില ആളുകൾ പറയുന്നതായി കാണാം, ഞാൻ അഹങ്കാരത്തോടു കൂടിയല്ല വസ്ത്രം താഴെ ധരിക്കുന്നത്. ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഒരു അഹങ്കാരിയാണ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഞാൻ വലിയ അഹങ്കാരിയാണ് എന്ന് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? അങ്ങനെ കണങ്കാലിന് താഴെ പോകുക എന്നതാണ് അഹങ്കാരം. അതല്ലാതെ നമ്മൾ മനസ്സിൽ ഞാൻ അഹങ്കാരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് താഴേക്കിടുക എന്നതല്ല. അങ്ങനെ ആരെങ്കിലും പറയുമോ ഞാൻ വലിയ അഹങ്കാരിയാണ് എന്ന്? അതല്ല അതിന്റെ അർത്ഥം. നെരിയാണിക്ക് താഴെ തന്റെ വസ്ത്രം പോവുക എന്നത് തന്നെയാണ് അഹങ്കാരം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ഉമ്മ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിക്കുകയാണ്, ഫകൈഫ യസ്നഉ നിസാ ബിദുയൂലിഹിൻ, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ സ്ത്രീകൾ അവരുടെ വസ്ത്രത്തിന്റെ അടിഭാഗം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന നിഷ്കളങ്കമായ ചോദ്യം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഖാല യുർഖീന ശിബ്റ, അങ്ങനെയെങ്കിൽ അവരൊരു ചാണ് അത് താഴ്ത്തിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമക്ക് മറുപടി കൊടുത്തു. അപ്പോൾ അതാ പിന്നീടും ചോദിക്കുകയാണ്, ഇദാ തൻകശിഫു അഖ്ദാമഹുൻ, റസൂലേ, അത് ഒരു ചാണാണെങ്കിൽ കൂടി അവരുടെ കാലുകൾ പുറത്തേക്ക് കാണാൻ സാധ്യതയുണ്ട്, അത് കാലുകൾ കാണും എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഒരു മുഴം അവർ നീട്ടിക്കൊള്ളട്ടെ, അതിന് മുകളിലേക്ക് അവരുടെ വസ്ത്രം പോകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് മറുപടി നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ കാൽപാദങ്ങൾ കാണുമെന്ന്
അവർ മനസ്സിലാക്കിയപ്പോൾ നല്ലവരായ നമ്മുടെ സഹാബത്ത്, നമ്മുടെ ഉമ്മമാർ അവരുടെ ചോദ്യമാണിത്. ചിന്തിക്കണം, ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾ അത് ചിന്തിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കാൽപാദം ഈ രൂപത്തിൽ മറക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാൽപാദങ്ങൾ കാണാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറക്കണമെന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കുക, മുഖം അത് മറക്കാൻ, സ്ത്രീകളുടെ മുഖം അത് മറക്കപ്പെടണം എന്നത് എത്ര കണ്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ സ്ത്രീകൾ മുഖം മറക്കണം എന്നത് എത്ര കണ്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടത്. യുക്തിയും ബുദ്ധിയും നമ്മളോട് വിളിച്ചോതുന്നത് മുഖം മറക്കണം എന്നത് തന്നെയാണ്. ആര് നമ്മളെ 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ പഴഞ്ചനാണെന്ന് പറഞ്ഞാലും, ഇതാണ് ബുദ്ധി, ഇതാണ് യുക്തി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിക്കെതിരെ ഉണ്ടായ ദുരാരോപണം, വ്യഭിചാരാരോപണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധപ്പെടുത്തിയ ആ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഉമ്മ നിരപരാധിയാണ് എന്നുള്ളത്, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്നുള്ളത് നമുക്കറിയാം. ആ സന്ദർഭത്തിൽ ആ കഥ വിവരിക്കവേ നമ്മുടെ ഉമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തത്? ഖമ്മർതു വജ്ഹി, ഞാൻ എന്റെ മുഖം അത് മറച്ചു കളഞ്ഞു. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഞാൻ എന്റെ മുഖം മറച്ചു കളഞ്ഞു. വകാന യഅരിഫുനി ഖബ്ല അൽ ഹിജാബ്, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുൻപ് സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ എന്നെ അറിയാമായിരുന്നു. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ ചെയ്ത കാര്യം എന്താണ്? അവിടുന്ന് മുഖം മറച്ചു. ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത് മുഖം മറക്കുക എന്നത് വാജിബായ കാര്യം എന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ഇതുപോലുള്ള ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ നിർബന്ധമായും നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ കുടുംബക്കാരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സഹോദരങ്ങളെ, എന്ത് കാലഘട്ടമാണിത്? എങ്ങനെയാണ് നമ്മുടെ സ്ത്രീകളെ ഇങ്ങനെ തുറന്നിട്ട അവസ്ഥയിൽ നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ സാധിക്കുക? നമ്മൾ കാണുന്നില്ലേ, നമ്മൾ കേൾക്കുന്നില്ലേ ഇങ്ങനെയുള്ള വാർത്തകൾ? അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ യഥാവിധി നമുക്ക് ജീവിതത്തിൽ പാലിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു അമാ ബഅദ്. സഹോദരങ്ങളെ, മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം സ്ത്രീകളുടെ മുഖത്തിനെ പറ്റി, അൽ വജ്ഹു സീനത്തുൽ മർഅ, ഒരു സ്ത്രീയുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖമാണ്. ഒരു സ്ത്രീയുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖമാണ്. ഫൽ വാജിബു സത്റുഹു ഇല്ലാ അനിൽ മഹാരിം, അത് മറക്കുക എന്നുള്ളത് നിർബന്ധമാണ്, അവർക്ക് കാണൽ അനുവദനീയമായ അവരിൽ നിന്നൊഴികെ. ബാക്കിയുള്ള ആളുകളിൽ നിന്ന് അത് മറക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് സൗദിയിലെ വലിയ മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കി എന്താണ് ഹിജാബ് എന്നുള്ളതും അത് നിർബന്ധമാണ് എന്നുള്ളതും നമ്മൾ യഥാവിധി മനസ്സിലാക്കി. ഇനി നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, അലാ കുല്ലുക്കും റാഇൻ, നിങ്ങൾ ഓരോ ആളുകളും ഇതാ നിങ്ങളുടെ കുടുംബത്തെ നോക്കേണ്ട ആളുകളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോ ആളുകളും ഭരണാധികാരികളാണ്. എവിടെയുള്ള ഭരണാധികാരികൾ? നിങ്ങളുടെ വീട്ടിലെ ആളുകളെ കുറിച്ച് നിങ്ങൾ ഭരണാധികാരികളാണ്. വൽറിജാലു റാഇൻ അലാ അഹ്ലി ബൈതിഹി, എന്താണ് സഹോദരങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? ഇതാ നിങ്ങൾ ഓരോ പുരുഷന്മാരും നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ പറ്റി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ സ്ത്രീകൾ ഏത് രൂപത്തിലേക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് ചുറ്റുമുള്ള ചില മോശമായ ആളുകൾ കാമക്കഴുക കണ്ണുകൾ കൊണ്ട് നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ സഹോദരിമാരെയും കടിച്ചു കീറാൻ വട്ടമിട്ട് പറക്കുന്നു എന്ന കാര്യം നമ്മൾ ആരും അറിയാതെ പോകരുത്. നമ്മൾ എല്ലാവരെ കുറിച്ചും നല്ലത് ചിന്തിക്കുന്ന ആളുകളാകാൻ പാടില്ല. മോശമായ ആളുകളുമുണ്ട്, അവർക്ക് കടിച്ചു കീറാൻ നമ്മുടെ സ്ത്രീകളെ നമ്മൾ വിട്ടേച്ചു കൊടുക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന വളരെ പ്രശംസനീയമായ പുരുഷനുണ്ടാകേണ്ട വിശേഷണമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗൈറത്ത് എന്നുള്ളത്. ഗൈറത്ത് എന്നുള്ളത് എന്താണ് സഹോദരങ്ങളെ? ഗൈറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ആത്മരോഷം എന്ന് നമുക്ക് അർത്ഥം വെക്കാം.
അത് മനസ്സിലാകണമെങ്കിൽ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു മകൻ, ആ മകൻ ഒരു ഉപ്പയുടെ സമ്പത്ത് ഒരു ബ്രേക്കും ബെല്ലുമില്ലാതെ ഇങ്ങനെ ചിലവാക്കുകയാണ്. ഒരു കണക്കുമില്ലാതെ അവനിങ്ങനെ ചിലവാക്കുകയാണ്. തന്റെ ഉപ്പ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണത്. അതിനൊരു നിയന്ത്രണവും ഇല്ലാതെ അവനിങ്ങനെ ചിലവാക്കുമ്പോൾ ആ ഉപ്പയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആത്മരോഷം, ആ ഒരു വികാരം, അതിന് പറയുന്ന പേരാണ് ആത്മരോഷം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം സഹാബത്ത് റസൂലിന് പറഞ്ഞു കൊടുത്തതായി കാണാം. മഹാനായ സഹാബി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി ലളറബ്തുഹു ബിസൈഫി ഗൈറ മുസ്ബഹിൻ. അദ്ദേഹം പറയുകയാണ്, എന്റെ ഭാര്യയുടെ കൂടെ അവൾക്ക് അനുവദനീയമല്ലാത്ത ഒരു പുരുഷനെ മോശമായ രൂപത്തിൽ ഞാൻ കാണുകയാണ് എങ്കിൽ അവനെ ഞാൻ എന്റെ വാള് കൊണ്ട് വെട്ടുക തന്നെ ചെയ്യും എന്ന് സഹാബത്തിനോട് ഇദാ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അതഅജബൂന മിൻ ഗൈറതി സഅദ്, നിങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മരോഷം കണ്ട് അത്ഭുതപ്പെട്ടിട്ടാണ് ഉള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റസൂൽ എന്താണ് പറഞ്ഞത്? ഫവല്ലാഹി ലഅന അഗ്യറു മിൻ, ഇദാ സഅദിനേക്കാൾ ആത്മരോഷമുള്ളവനാണ് ഞാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വല്ലാഹു അഗ്യറു മിന്നി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കാൾ ആത്മരോഷമുള്ളവനാണ് എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. മിൻ അജ്ലി ഗൈറത്തില്ലാഹ് ഹറമൽ ഫവായിശ മാ വഹറ മിൻഹാ വമാ ബതൻ. അല്ലാഹു ആത്മരോഷമുള്ളവനായതുകൊണ്ടാണ് നമുക്ക് മോശമായ മ്ലേച്ഛമായ കാര്യങ്ങൾ ഹറാമാക്കിയത്. പ്രകടമായതും പരോക്ഷമായതും ആയ ഏതൊക്കെ മോശമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു ഹറാമാക്കാനുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈറത്തുള്ളവനായതുകൊണ്ടാണ്. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ സഹോദരങ്ങളെ, ഇന്ന് ആളുകൾ തന്റെ ഭാര്യമാരായാലും മറ്റാരായാലും ആളുകൾക്ക് മുന്നിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് വിടുകയാണ്. നമ്മൾ കാണുകയാണ്, ഇതാ വ്ളോഗ് അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്റെ ഭാര്യമാരെ മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ട് അവന്റെ പ്രധാന ജോലി എന്താണ്? ഇങ്ങനെ പണം സമ്പാദിക്കുക, ആ പണത്തിൽ നിന്ന് ഇങ്ങനെ ഭക്ഷിക്കുക എന്നതാണ് ഓരോ ഭർത്താക്കന്മാരും ഇങ്ങനെ വ്ളോഗ് അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നത്. സഹോദരങ്ങളെ, എത്ര മോശമായ കാര്യമാണ്. അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഈ രൂപത്തിലാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്, നിനക്ക് ഈ വസ്ത്രം ചേരുന്നില്ല, ഇന്ന വസ്ത്രങ്ങൾ നീ ഇട്ടാലാണ് വളരെ ഭംഗി എന്ന് ഭർത്താവാണ് എന്ന് പറയുന്നവൻ തന്റെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ആണുങ്ങളുടെ ഗൈറത്ത് എവിടെ? ആത്മരോഷം എവിടെ? സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ട നല്ല ഒരു വിശേഷണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് ലജ്ജ. സ്ത്രീകൾക്ക് ലജ്ജയുമില്ല, ആണുങ്ങൾക്ക് ആത്മരോഷവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, സലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്ന് കൂട്ടം ആളുകളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ ആ മൂന്ന് കൂട്ടം ആളുകൾ? അൽ ആഖുലി വാലിദൈ. ഒന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളുകൾ. അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. രണ്ടാമത്തേത് വൽ മർഅത്തുൽ മുതറജ്ജില. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ആൺവേഷം കെട്ടി നടക്കുന്ന സ്ത്രീകൾ, ആൺവേഷം കെട്ടി നടക്കുന്ന സ്ത്രീകൾ, ഇങ്ങനെയുള്ള ആളുകളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. മൂന്നാമതായി പറഞ്ഞ ആളുകൾ ആരാണ് പ്രിയപ്പെട്ടവരെ? വദ്ദയ്യൂസ്. ദയ്യൂസായ ആളുകൾ. എന്താണ് ദയ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറഞ്ഞു തരാം. തന്റെ വീട്ടിൽ ആരാണ് വരുന്നത് ആരാണ് പോകുന്നത് എന്ന് നോക്കാത്ത ആണുങ്ങൾ. അങ്ങനെയുള്ള ആളുകൾ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ എത്ര കണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. മുസ്ലിം നാമധാരികൾ പോലും ഈ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. തന്റെ പെങ്ങന്മാരും അതുപോലെ തന്റെ ഭാര്യമാരും ഏത് രൂപത്തിൽ നടന്നു കഴിഞ്ഞാലും അവൻ പറയുന്ന കാര്യം എന്താണ്? ഞാൻ കുറച്ച് സോഷ്യൽ മാനാണ്, അതുകൊണ്ട് തന്നെ അവരെ ഞാൻ ഇങ്ങനെ പഴയ രൂപത്തിൽ പഴഞ്ചൻ രൂപത്തിൽ നടത്തുകയില്ല എന്ന് പറയുന്ന ബുദ്ധിശൂന്യനായ ഭർത്താക്കന്മാർ അതുപോലുള്ള ആങ്ങളമാർ ഉള്ള കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ ഇത്. എന്നിട്ടിങ്ങനെ കരയുകയാണ്, നമ്മുടെ ഫോട്ടോ ഈ രൂപത്തിലാക്കി, നമ്മളെ ഈ രൂപത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഇതാ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് ആവലാതി പറയുന്നു. നീ അള്ളാഹുവിന്റെ ദീൻ പാലിച്ച് നടക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നിനക്ക് ഇങ്ങനെയുള്ള ഗതി വരില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം, അവനാണ് മനുഷ്യരാശിയെ പടച്ചത്, അവരേത് രൂപത്തിലാണ് നടക്കേണ്ടത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് അറിയുന്നത്. അവൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏത് രൂപത്തിൽ നമ്മൾ നടക്കണം, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന്
എന്നുള്ളത് വള്ളിപുള്ളി തെറ്റാതെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇമാം ശാഫിഈ റഹിമഹുല്ലാ പറഞ്ഞത് എത്ര സത്യമാണ്. ആരാണോ ദുനിയാവ് ആഗ്രഹിക്കുന്നത് അവൻ ദീൻ പഠിച്ചുകൊള്ളട്ടെ, ആരാണോ ആഖിറം ഉദ്ദേശിക്കുന്നത് അവൻ ദീൻ പഠിച്ചുകൊള്ളട്ടെ, ആരാണോ ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് അവൻ ദീൻ പഠിച്ചുകൊള്ളട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ദുനിയാവിലെ സ്വർഗത്തിലായിരിക്കും. വല്ലാഹി തുമ്മ തല്ലാഹ്, നമുക്ക് വ്യസനിക്കേണ്ടി വരില്ല, നമുക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല. അതുകൊണ്ടല്ലേ മുൻഗാമികൾ പറഞ്ഞത്, ലൗ ആലിമൽ മുലൂക് വഅബ്നാഉൽ മുലൂക് മാ നഹ്നു ഫീഹി മിനസ് സുറൂരി വന്നഈം ലജാദലൂന അലൈഹി ബിസുയൂഫ്. രാജാക്കന്മാരും അവരുടെ മക്കളും നമ്മൾ അനുഭവിക്കുന്ന അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സമാധാനമെങ്കിൽ അവർ അതറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നമ്മളോട് വാളുകൊണ്ട് യുദ്ധം ചെയ്തേനെ എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ആളുകൾ കുത്തുവാക്കുകൾ കൊണ്ട് പരിഹസിക്കും. 6-ാം നൂറ്റാണ്ടാണ് എന്ന് പറയും, കറുത്ത വസ്ത്രമിട്ട പ്രേതമാണ് എന്ന് പറയും. നീ ക്ഷമിക്കുക, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ക്ഷമിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇതാ ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്, അന്നിതാ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച ആളുകൾ തന്റെ കയ്യിൽ തീക്കനൽ എങ്ങനെയാണോ കയ്യിൽ പിടിക്കുന്നത് അതുപോലെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. ആരാണോ എന്റെ മരണശേഷം ജീവിക്കുന്നത് അവൻ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും. ഇതാണ് ഈ ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസം, ഈ ഉമ്മത്തിൽ നടന്നിരിക്കുന്ന രോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രോഗം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചില്ല, അവിടുന്ന് നമുക്ക് അതിനുള്ള മരുന്ന് പറഞ്ഞു തരികയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ആ മരുന്ന്? അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. എന്താണോ ഖുർആനിലും സുന്നത്തിലും വരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അത് മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ഭാര്യമാർ, അതുപോലെ തന്നെ നമ്മുടെ കീഴിലുള്ള നമ്മുടെ കുടുംബക്കാർ, അവർക്ക് പറഞ്ഞു കൊടുക്കണം ഹിജാബിന്റെ മഹത്വം. ഇതാ ഇന്ന് ചില ആളുകൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇതൊക്കെ ഊരിയിടാൻ വേണ്ടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കണം, അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമല്ല, അവർക്ക് നിങ്ങളെ കിട്ടാനുള്ള സ്വാതന്ത്ര്യമാണ് അവൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഈ ദീൻ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നറിയിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് സ്ത്രീകൾ മുഴുവനായും മറച്ചു നടക്കണമെന്നുള്ളത്. ഏതെങ്കിലും ഒരു മനുഷ്യനാണ് ഈ ദീൻ കൊണ്ടുവന്നത് എങ്കിൽ അവർ പറയേണ്ട കാര്യം എന്താണ്? സ്ത്രീകൾ ഇതുപോലെ മോശമായ അല്ലെങ്കിൽ ഇതുപോലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്, മുഖം മറക്കരുത്, അവർ എല്ലാം ഇങ്ങനെ തുറന്നിട്ട് നടക്കണം എന്ന് പറഞ്ഞേനെ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ് എന്നറിയിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഹിജാബ് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നമുക്ക് ഈ ദുനിയാവിലെ ചൂട് സഹിക്കാൻ പറ്റുന്നതാണ്, നമുക്ക് ഈ ദുനിയാവിലെ ചൂട് സഹിക്കാൻ പറ്റുന്നതാണ്. ചില ആളുകൾ വസ്വാസ് നമുക്ക് നൽകും, ഈ ചൂട്ടത്ത് നിങ്ങൾ ഇങ്ങനെ കറുപ്പിട്ട് നടക്കേണ്ടതുണ്ടോ, നിങ്ങൾ കുറച്ചിങ്ങനെ നല്ല രൂപത്തിൽ നടന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരായത്തുണ്ട്, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, തീർച്ചയായും നരകത്തിന്റെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠോരമായ ചൂടാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അവനിലേക്ക് യാത്രയാകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.